സ്കോസിസ് ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. അതിലാദ്യം സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, താഴെ ഇൻസൈറ്റ്, അതിനുശേഷം ആക്റ്റീവായ സ്റ്റുഡൻറ്റുകളെയും ആക്റ്റീവായ സ്റ്റാഫിനെയും, തുടർന്ന് താഴെ കോർ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ സെറ്റപ്പ് ഗൈഡ് വലത് ഭാഗത്തുണ്ട്. ഓക്കെ, അതിനുശേഷം സ്റ്റുഡൻസ് ഡീറ്റെയിൽസാണ് ഇവിടെ അവൈലബിൾ ആകുന്ന ഈ ഫോൾഡറിൽ. ഇതിൽ ടെസ്റ്റ് ഈ സ്റ്റുഡൻറ്റിനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഫീ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ഫീ എന്നുള്ളതിലേക്ക് ടച്ച് ചെയ്താൽ ഏതൊക്കെ ഫീസ് കംപ്ലീറ്റ് ആയി അടയ്ക്കാനുണ്ട്, ഡ്യൂസ് ഒക്കെ ഇവിടെ കാണിക്കും. അതിൻ്റെ റെസീപ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ബൾക്ക് സ്റ്റുഡൻറ്റ്, ഒരു സ്ഥാപനത്തിലെ മൊത്തം സ്റ്റുഡൻറ്റിനെ ഒന്നിച്ച് ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ CSV ഫയൽ ടെംപ്ലേറ്റ് ഉണ്ട്, അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്താൽ ഒന്നിച്ച് ബൾക്ക് സ്റ്റുഡൻറ്റിനെ ഡൗൺലോഡ് ചെയ്യാം. പ്രൊമോഷൻ ഫോൾഡറാണ്. ക്ലാസ് വൈസോ അല്ലെങ്കിൽ സിംഗിളായിട്ടോ ഒക്കെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റാനോ പ്രൊമോട്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഈ ഫോൾഡറിലുള്ളത്. ഇൻവൈറ്റുകളാണ്. ഓൺലൈൻ അഡ്മിഷനുകളെ ഇൻവൈറ്റ് ചെയ്യുന്നതും റിക്വസ്റ്റ് സ്വീകരിക്കുന്നതും അഡ്മിറ്റ് ആകുന്നതും ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് ഇൻവൈറ്റ് മൊഡ്യൂളിലുള്ളത്, ഫോൾഡറിലുള്ളത്. അതേപോലെ തന്നെ സ്റ്റാഫിനെ ആഡ് ചെയ്യുന്നതാണ് ഇതിലുള്ളത്. ആഡ് സ്റ്റാഫ് എന്ന് കൊടുക്കാം. നിലവിലുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജസ്റ്റ് വന്നിട്ടുണ്ടെന്നാൽ അവൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ്, അറ്റൻഡൻസ്, മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആകും, അവരുടെ സാധ്യതയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തത് ബൾക്ക്. ഇതേപോലെ തന്നെ ബൾക്കായിട്ട് സ്ഥാപനത്തിന് മുഴുവൻ സ്റ്റാഫിനെയും ഒന്നിച്ച് ഇതിൽ കൊണ്ടുവരാണെങ്കിൽ CSV ഫയലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ ചെയ്യേണ്ടത് സ്ഥാപനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനുശേഷം ക്ലാസ്സുകൾ, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാം. അത് ആഡ് ക്ലാസ് എന്നുള്ളത് തുറന്നു കഴിഞ്ഞാൽ ആ ഫോം പൂരിപ്പിച്ചിട്ട് ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം. അതിന് താഴെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓരോ ക്ലാസ്സിൻ്റെയും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ ക്ലാസ്സിൻ്റെയും ടൈം ടേബിളുകൾ ഇവിടെ സെറ്റ് ചെയ്യാം. എക്സാം ടൈം ടേബിൾ, അതേപോലെ തന്നെ എക്സാം ടൈം ടേബിൾ ഓരോ ക്ലാസ്സിൻ്റെതും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് എക്സാം എന്നുള്ളതിൽ കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പാരൻസിന് അവൈലബിൾ ആകും. ലൈബ്രറി ഫോൾഡറിൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അത് പിന്നെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് റാക്കിലാണ്, എല്ലാ കാര്യങ്ങളും, ഒരു ലൈബ്രറിക്ക് വേണ്ട ഫുൾ സെറ്റപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ബുക്ക് ബോറോ എന്നുള്ളത് വെച്ചാൽ അതിൽ പെൻഡിങ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ PDF എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDFകൾ ജനറേറ്റ് ചെയ്യുന്നതാണ്. നേരെ താഴ്ന്നാൽ നോട്ടീസ് ബോർഡുകളാണ്. നോട്ടീസ് ബോർഡ് എന്നുള്ളതാണ് ഇവിടെ പുതിയതായിട്ട് സ്ഥാപനത്തിന് എന്തെങ്കിലും നോട്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഡ് നോട്ടീസ് എന്നുള്ളത് ചെയ്യാം. ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ ക്ലാസ്സുകൾ സെലക്ട് ചെയ്യാം. അതല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം. അതല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം, അത് ആൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആൾ സ്റ്റാഫ് മെമ്പർ, എവരി1, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹെഡിങ് കൊടുക്കാം. ഇമേജുകളോ PDF അപ്ലോഡ് ചെയ്യാം. ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാം. ഒരു എക്സ്പയറി ഡേറ്റ് സെൻഡ് നോട്ടീസ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ആ മൊത്തം ആളുകളിലേക്കും ആ നോട്ടീസ് പോകും. വാട്സപ്പിൻ്റെയും മറ്റ് ഗ്രൂപ്പുകളുടെയും ആവശ്യം പിന്നീട് ഉണ്ടാകുന്നതല്ല. ഇയർ പ്ലാൻ ഇവിടെ സെറ്റ് ചെയ്യാം. ഓരോ വർഷത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇയർ പ്ലാനുകൾ ഇവിടെ സെറ്റ് ചെയ്യാം. സ്പോർട്സ് ആൻഡ് ആർട്സ് ഈവൻറ്റുകൾ നടത്താൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന, അതിലുള്ള മത്സരത്തിലുള്ള ഐറ്റങ്ങൾ ഇവിടെ ചേർക്കാം. ഐറ്റങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ആ ഐറ്റങ്ങളിലേക്ക് പങ്കെടുക്കാനുള്ള ആളുകളെ, കുട്ടികളെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ആഡ് മെമ്പർ എന്നുള്ളതിൽ കൊടുത്താൽ സെലക്ട് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടും ആളുകളെ ഇതിലേക്ക്, കുട്ടികളെ ഇതിലേക്ക് പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യാം. അത് പ്രൈസ് ലഭിച്ച കുട്ടികളുടെ ഫസ്റ്റ് സെക്കൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ടീമിന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നത് അറ്റൻഡൻസ് ആണ്. ഓരോ കുട്ടികളുടെയും അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഏതാ സമയത്ത് എന്നൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ അറ്റൻഡൻസും ഇതിൽ തന്നെ വരും, സ്റ്റാഫ്, സ്റ്റുഡൻറ്റ്. പിന്നെ ഗ്രൂപ്പുകളാണ്. വാട്സപ്പിന് പകരം നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിൽ തന്നെയാണ്. അതിൽ പുതിയ വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കാം. അതിൻ്റെ പിന്നെ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യാം, ടെക്സ്റ്റ്, അതിൻ്റെ പർപ്പസ് ചെയ്യാം. പബ്ലിക്കായും പിന്നെ പ്രൈവറ്റായിട്ടും ഈ ഗ്രൂപ്പുകൾ ചെയ്യാം. ഓക്കെ, അഡ്മിൻ ഓൺലി അല്ലെങ്കിൽ പബ്ലിക് എന്നുള്ള രീതിയിലുള്ളതാണിത്. ലീഡേഴ്സിനെ, ഇത് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യേണ്ട ലീഡേഴ്സിനെയും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് വിസിറ്റേഴ്സ് ലോഗാണ്. ഓഫീസിൽ വന്ന ഫ്രണ്ട് ഓഫീസ് ഫെസിലിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വിസിറ്റർ വന്നു കഴിഞ്ഞാൽ അവരുടെ നെയിം, ഫോൺ നമ്പർ,
ആരെ കാണാൻ വന്നു, പർപ്പസ് ഓഫ് വിസിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ആ റിപ്പോർട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടും, ആരൊക്കെ വന്നതല്ല. പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സാലറി പേറോൾ സിസ്റ്റം ഗാലറിയാണ് ഇത്. പിന്നെ സ്ഥാപനത്താണെന്നുള്ള പ്രോഗ്രാമുകളുടെയും മറ്റിൻ്റെയും ഗാലറി എവിടെയുണ്ട്. സാലറി പേറോളാണ്. ഓരോ സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പേറോൾ സിസ്റ്റം വർക്ക് ചെയ്യും. അതേപോലെ ഡ്യൂസ്, കോഴ്സ് ഫീസിൻ്റെ ഡ്യൂസ് സെറ്റ് ചെയ്യുന്നത്, അതേ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് ഉള്ളത്, എക്സാം ഫീസ്, അതർ ഫീസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നേരത്തെ സെറ്റ് ചെയ്യാം. സ്റ്റുഡൻ്റ് അഡ്വാൻസ് ഫീസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ളതാണ്. പിന്നെ റിപ്പോർട്ടുകളാണ്. എല്ലാത്തരം റിപ്പോർട്ടുകളും അവൈലബിൾ ആകുന്നത് റിപ്പോർട്ട് എന്നുള്ള ഫോൾഡറിലാണ്. അവിടെ സ്റ്റുഡൻറ്റ്, സ്റ്റാഫ്, സ്റ്റുഡൻറ്റിൻ്റെ മൊത്തം റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ റിപ്പോർട്ട്, ക്ലാസ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രൂപ്പ്, ലൈബ്രറി, സ്റ്റാഫ് സ്റ്റാറ്റസ്, സ്റ്റാഫ് ഡേറ്റ് കമേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ്, എക്സ്പെൻസ്, ഇൻകം, അതൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ അതിൻ്റെ സമ്മറി നമുക്ക് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് അതാത് മാസങ്ങളിലാണ് ഉണ്ടാകുക. അതിൻ്റെ സമ്മറി ഇവിടെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് കസ്റ്റം ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സമ്മറികൾ കണ്ടെത്തുകയും ചെയ്യാം ആവശ്യമുള്ളതനുസരിച്ച്. ഡ്യൂ സമ്മറി, എത്ര പെൻഡിങ് ഉണ്ട് എന്നുള്ളത് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും, പെൻഡിങ് പാർഷ്യലായിട്ട് അടച്ചതും പെൻഡിങ് ആയതും സെറ്റിൽ ആയതും ഒക്കെയുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ അവൈലബിൾ ആണ്. റിപ്പോർട്ടിൽ തന്നെ താഴെ വന്നാൽ സ്റ്റാഫിൻ്റെ സ്റ്റാറ്റസ്, കോഴ്സ് പെയ്ഡ് ചെയ്ത എക്സാം ഫീ ഡ്യൂസ്, അങ്ങനെ ഓരോ ഫോൾഡറിലും അതിൻ്റെ ഫീസും കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകും. പിന്നെ ഇതിൽ വാഹനത്തിൻ്റെതാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എല്ലാ വാഹനങ്ങളുടെയും എല്ലാ ട്രിപ്പുകളെയും അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. വെഹിക്കിളിൽ എന്തെങ്കിലും ചെയ്യുക, അതിൻ്റെ ഓപ്ഷനിൽ ബസ് മാനേജ് ചെയ്യുന്നത്, റൂട്ട് മാനേജ് ചെയ്യുന്നത്, ആ റൂട്ടിൻ്റെ ഫീൻ്റെ റിപ്പോർട്ട്, ട്രാൻസ്പോർട്ടേഷൻ ഇൻചാർജ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ട് റിക്വസ്റ്റ് വന്നിട്ടുള്ളത്, അങ്ങനെ എല്ലാ ട്രാൻസ്പോർട്ടിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനവും ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അസറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. സ്ഥാപനത്തിലുള്ള വസ്തുക്കൾ, അസറ്റുകൾ, അത് ലൈവായിട്ടുള്ളത്, ഡാമേജ് ആയിട്ടുള്ളത്, ഉപേക്ഷിച്ചിട്ടുള്ളത്, അങ്ങനെ ഉള്ള അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഇവിടെ പ്രിൻ്റ് എടുക്കാൻ കഴിയും. പിന്നെ കോൺഫിഗർ സെറ്റപ്പാണ്. സാലറി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ഹോളിഡേ, പെയ്ഡ്, അങ്ങനെയുള്ള സംഗതികളാണ്. സാറ്റർഡേ, ഹോളിഡേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇതിലുള്ളത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സ്ഥാപനത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ പാരൻസിന് ലഭിക്കാൻ പാരൻസ് ആപ്പിലേക്ക് നമ്മളൊരു ബാനർ സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ബാനർ ഉണ്ടാവും, സ്ഥാപനത്തിൻ്റെ ഒരു ബാനർ ഉണ്ടെങ്കിൽ അത് ആപ്പ് തുറക്കുമ്പോൾ തന്നെ ആ ബാനർ അവർക്ക് കാണും. ഇത്രയുമാണ് പ്രാഥമികമായിട്ട് ഈ ഫ്രണ്ട് വ്യൂവിലുള്ളത്. ഇനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടതാണ്. അത് ജസ്റ്റ് ഒന്ന് അക്കൗണ്ട്സ് എന്നുള്ളത് ടച്ച് ചെയ്യാം. നിലവിലുള്ള വരവും ചിലവുകളൊക്കെ ഇവിടെ കാണാം. അത് പുതിയ ടോപ്പിൽ വ്യൂ ഡ്യൂ ഓപ്ഷൻ എന്നുള്ളത് കാണാം. അവിടെ ജസ്റ്റ് ടച്ച് ചെയ്താൽ ഓൺലൈനായിട്ട് പിന്നെ പേരൻസ് അയച്ച പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചോദിച്ചാൽ ആരാണ് അയച്ചിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാവും. അത് വെരിഫൈ ചെയ്തതിന് ശേഷം അപ്രൂവൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് അപ്രൂവൽ ചെയ്താൽ അപ്രൂവ്ഡ് എന്നുള്ളതിൻ്റെ ലിസ്റ്റിലേക്ക് അത് വന്ന് കിടക്കും. ആ കാര്യങ്ങൾ അത് പാരൻസിനും അതേപോലെ തന്നെ ഇവിടെ ഓഫീസിലും അതിൻ്റെ പ്രിൻ്റ് എടുക്കാം, സൂക്ഷിക്കാം. കോഴ്സ് ഫീൻ്റെ ഡ്യൂ സെറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് സെമസ്റ്റർ. പിന്നെ എക്സാം ഫീസ് ഡ്യൂ, അതേപോലെ തന്നെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ സാലറി വരുന്നത്, സെറ്റ് സാലറി ഡേറ്റ്, സെറ്റ് സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി അഥവാ അഡീഷണലായിട്ട് വരുന്ന ഇൻകം എക്സ്പെൻസുകൾ അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പം വാഹനത്തിൻ്റെതാണെങ്കിൽ അതിന് എക്സ്പെൻസ് വന്നു, മെയിൻ്റനൻസ്, ഫ്യൂൽ, പെട്രോൾ, ഡീസൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഷോർട്ട് ചെയ്യാനും പറ്റുന്നത് എക്സ്പെൻസിലേക്ക് എന്നുള്ളത് ജസ്റ്റ് മാറുക. അപ്പോൾ ആഡ് ന്യൂ എക്സ്പെൻസ് വരും. ഇവിടെ നമുക്ക് എമൗണ്ട് അടിക്കാം. എമൗണ്ട് അടിച്ച ശേഷം അതിനൊരു കാറ്റഗറി ചെയ്യാം. ഇവിടെ കാറ്റഗറി ഇല്ലാത്തൊരു കാറ്റഗറിയാണ്, പുതിയ കാറ്റഗറി, ആഡ് ന്യൂ കാറ്റഗറി ഐക്കൺ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ പെട്രോളാണ്, പെട്രോൾ അടിച്ചു. ഏതൊരു ബസ്സാണ് ആ ബസ്സിൻ്റെ നമ്പർ കൊടുത്തു, ബസ് 8. ഇനി പുതിയ ബസ്സാണെങ്കിൽ അവിടെ നമ്മൾ വേറൊരു ബസ്സിൻ്റെ കൊടുക്കുകയാണ്, ബസ് 7. ഓക്കെ, ഈ ബസ് 7 എന്നുള്ളത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ബസ് 7 വന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിനെന്താണ് പെട്രോൾ എത്ര ലിറ്റർ അടിച്ചു, അല്ലെങ്കിൽ 5 ലിറ്റർ എന്താണോ നമ്മൾ പിന്നെ കൊടുക്കുന്നതിന് ശേഷം ആഡ് എക്സ്പെൻസ് എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ ഈ 2500 രൂപ പെട്രോൾ അവിടെ വന്നു കഴിഞ്ഞു. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മോർ എന്നുള്ള സംഭവമുണ്ട്. അവിടെ കംപ്ലീറ്റ് നമുക്ക് ഈ ഓരോ ബസ്സിൻ്റെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
പെട്രോളിൻ്റെ മാത്രം അടിച്ചു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ചിലവായിരുന്നു, ബസ്സിൻ്റെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ബസ് സെപ്പറേറ്റ് ആണെങ്കിൽ, അങ്ങനെ ഓരോ സംഗതിയും കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് അക്കൗണ്ട് സിസ്റ്റം മൊത്തത്തിൽ. അതേപോലെ തന്നെ ഇൻകം വന്നാലും പുതിയൊരു ഇൻകം, അതായത് ഫീസ്, അതല്ല പിന്നെ അഡ്മിഷൻ ഫീസ്, എക്സ്ട്രാ ഫീസ്, ഇതിലൊന്നും പെടാത്ത ഒരു ഇൻകം ഇതിലേക്ക് വരികയാണെങ്കിൽ അതും ആഡ് ചെയ്യാനുള്ള സംവിധാനം ഇതേപോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം റിപ്പോർട്ടുകളും അവൈലബിൾ ആണ്. ഇതാണ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. സ്കോസസ് എന്ന ആപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണിത്. എൻ്റെ ഡീപ്പായിട്ടുള്ളത് പിന്നെ അടുത്ത ഓരോ സെക്ഷൻ ആയിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം.